ലൈഫ് ഒരു മൊമെൻറ്റിലെത്തിയപ്പം എന്താ പറയുക, സത്യം പറയാമല്ലോ, ഇനി വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. കാരണം ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ എടാ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നടാ, നീ എവിടെയാടാ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പറയാനുള്ള ആ ഒരു മനസ്സിൻ്റെ വിഷമം അത് വളരെയായിരുന്നു. അപ്പോൾ അവന് ചില വിഷമങ്ങളൊക്കെ ഞങ്ങളടുത്ത് വന്ന് പറയാറുണ്ട്. ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് പിള്ളേർ അത് ചേട്ടനാണ്, മാമനാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംബോധന അവർ പറയും. ഇത്രയും വലുതായില്ലേ, അപ്പോൾ അവൻ പറയും ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല, എനിക്കിനി വേണ്ടെന്ന് പറയുമ്പോൾ കാര്യങ്ങളിൽ അവന് എന്തോ മുൻപോട്ട് അവനെ ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയായിരുന്നു 2016 ഞങ്ങൾക്കിവിടെ അമരവള ചെക്ക് പോസ്റ്റിനോട് വെച്ചിട്ട് ഭയങ്കരമായൊരു ആക്സിഡൻറ്റ്. അപ്പോൾ ആ ആക്സിഡൻറ്റിൽ 3.5 മാസത്തോളം പാരാലിസിസായിട്ട് കിടക്കായിരുന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ മാറ്റിയിട്ടിരുന്നതാണ്. ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരുന്നതാണ്. ഈ ഒരു നിമിഷം അച്ഛനും അമ്മയും അടുത്തിരിക്കുമ്പം അവർ തന്നെയാണ് എൻ്റെ ഓരോ യാത്രയിലായാലും ഈ എക്സാം എഴുതുന്നതിനായാലും അതിൻ്റെ മാർക്ക് അവസാനം ഗെയിൻ ചെയ്യാനായാലും എല്ലാത്തിനും എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ് എനിക്കെല്ലാമായിട്ടുണ്ടായിരുന്നതും. അതിനുശേഷം നമ്മുടെ AGB തന്നെയാണ് ഈ റിസൾട്ടും എനിക്ക് ഈ ജോലി കിട്ടുവാനുമുള്ള എല്ലാവിധ സപ്പോർട്ട് തന്നത്. ഓരോ എക്സാം എഴുതിയിട്ട് വരുമ്പോഴത്തേക്ക് അവൻ്റെ ആ സങ്കടം കാണുമ്പോൾ നമുക്ക് അവനോടൊപ്പം അവൻ്റെ സങ്കടത്തിൽ അവൻ്റെ പ്രത്യക്ഷത്തിൽ അവനോട് ഞങ്ങൾക്ക് സങ്കടം പറയാൻ പറ്റത്തില്ല. നമ്മൾ അവന് പ്രോത്സാഹനം ചെയ്യാണ് ചെയ്യുന്നത്. ഇതല്ലെങ്കിൽ അടുത്തത് നമുക്ക് കിട്ടും എന്നുള്ള ആ ഒരു മോട്ടിവേഷനായിട്ട് നമ്മളിങ്ങനെ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവന് ചില വിഷമങ്ങളൊക്കെ ഞങ്ങളടുത്ത് വന്ന് പറയാറുണ്ട്. ട്യൂഷൻ സെൻറ്ററിൽ നിന്ന് പിള്ളേർ അത് ചേട്ടനാണ്, മാമനാണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംബോധന അവർ പറയും. ഇത്രയും വലുതായില്ലേ, അപ്പോൾ അവൻ പറയും ഞാൻ ഇനി പഠിക്കാൻ പോകുന്നില്ല, എനിക്കിനി വേണ്ടെന്ന് പറയുമ്പോൾ പറയും എത്ര വർഷമായാലും പഠിക്കുന്ന കാര്യത്തിൽ വയസ്സൊരു പ്രശ്നമേ അല്ല എന്ന് ഞങ്ങൾ പറഞ്ഞിങ്ങനെ അവനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട്. നല്ലോണം പഠിച്ച് നമുക്കൊരു ഗവൺമെൻറ് ജോലി നേടിയെടുക്കണം, അതാണ് വാല്യൂ ഉള്ളത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പുള്ളിയെ പ്രചോദനം കൊടുക്കാറുണ്ട് ഞങ്ങൾ. അവൻ്റെ ആഗ്രഹം, അവൻ്റെ അവൻ്റെ അച്ഛനാണെങ്കിൽ ഇത് റെയിൽവേയിൽ ലോക്കോ പൈലറ്റായിരുന്നു. അപ്പോൾ ലോക്കോ പൈലറ്റ് 3.5 വയസ്സിൽ ഈറോഡായിരുന്നു. 3.5 വയസ്സിൽ അവൻ്റെ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ലോക്കോ പൈലറ്റ് ആവണം. അതായിരുന്നു അവൻ്റെ ഇഷ്ടം. അത് ഞാൻ വിചാരിച്ച് കൊച്ചുകുട്ടിയല്ലേ ട്രെയിൻ ഓടിക്കണമെന്നൊക്കെ പറയാം, അങ്ങനെ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും അല്ല. അവന് വലിയ താല്പര്യം. അച്ഛനെ പോലെ ട്രെയിൻ ഓടിക്കണം എന്നുള്ള ആ ഒരു ചിന്ത മാത്രമായിരുന്നു. അങ്ങനെ പഠിച്ച് വരുന്ന സമയങ്ങളിലൊക്കെ അവന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അങ്ങനെ എപ്പോഴും അവന് കൂടെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നീട് അങ്ങനെയൊക്കെ അതെല്ലാം മാറി പിന്നെ അങ്ങ് പഠിത്തത്തിലേക്ക് അങ്ങ് ശ്രദ്ധിച്ച് അതങ്ങനെ പോയിരുന്നിട്ട് എൻജിനീയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് എൻജിനീയറിങ്ങിലൂടെ ഇഷ്ടമില്ലായിരുന്നു. കാരണം ഈ പിള്ളേരുടെ ഓരോ എൻജിനീയറിംഗ് പറഞ്ഞ പിള്ളേരുടെയൊക്കെ സ്വഭാവങ്ങൾ എന്തെങ്കിലും എനിക്ക് പേടിയായിരുന്നു. അവനൊരാളല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മയെന്നുള്ള നിലയിൽ എനിക്ക് ഭയമായിരുന്നു. പക്ഷേ അവന് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് BSc ഫിസിക്സ് കിട്ടി. 6 മാസത്തെ കോഴ്സിന് അകത്ത് വെച്ച് അവൻ എൻജിനീയറിങ്ങിന് അപേക്ഷിച്ച് അവനായിട്ട് AAA എടുത്ത് അവനായിട്ട് പോയതാണ്. എങ്ങനെയെങ്കിലും എനിക്ക് റെയിൽവേയിൽ കയറണമെന്നുള്ള ആ ഒരു ചിന്തയിൽ പോയതാണ്. ഇതിനിടയ്ക്ക് ഒരുപാട് ആക്സിഡൻറ്റുകൾ അവന് ഉണ്ടായിട്ടുണ്ട്. അവനിങ്ങനെ ഈ എക്സാം സമയത്തൊക്കെ അവന് മെഡിക്കൽ കോളേജിൽ കിടക്കാണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പനി വന്നാൽ അറിയില്ല, എന്താ അസുഖം, ആ പനി ഇതുവരെയും കണ്ടുപിടിച്ചിട്ടുമില്ല. നിംസിൽ കിടന്നു. അങ്ങനെയൊക്കെ പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അവന് എന്തോ മുൻപോട്ട് അവനെ ഞങ്ങൾ വിചാരിച്ചില്ല അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അങ്ങനെയായിരുന്നു 2016 ഞങ്ങൾക്കിവിടെ അമരവള ചെക്ക് പോസ്റ്റിനോട് വെച്ചിട്ട് ഭയങ്കരമായൊരു ആക്സിഡൻറ്റ് വന്നത്. ടേണിംഗ് പോയിന്റിൽ. അപ്പോൾ ആ ആക്സിഡൻറ്റിൽ 3.5 മാസത്തോളം പാരാലിസിസായിട്ട് കിടക്കായിരുന്നു. ആക്സിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് എന്നെ മാറ്റിയിട്ടിരുന്നതാണ്. ഇതൊന്നും നടക്കൂല എന്ന് പറഞ്ഞ് മാറ്റിയിട്ടിരുന്നതാണ്.
അപ്പോൾ നമ്മളിന്ന് അഖിലിൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ അഖിലിൻ്റെ ജേണിയെ പറ്റി, അതായത് പുള്ളിക്കാരൻ ഇത്രയും വർഷമായിട്ട് പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എങ്ങനെയാണ് അഖിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് എത്തിപ്പെട്ടത്, അഖിലിൻ്റെ അടുത്ത് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. ഇനി അഖിലിൻ്റെ അടുത്ത് ഞാൻ പേഴ്സണലി ചോദിച്ചു നോക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു ജേണി അഖിൽ നോക്കുന്നത്? പിറക്കോട്ട് നോക്കുമ്പം ഇപ്പോഴും ഞാൻ എക്സൈറ്റഡ് ആണ് കാര്യത്തിൽ. കാരണം ഒട്ടും വിചാരിച്ചില്ല എല്ലാം പെട്ടെന്ന് തന്നെ AGP അതെനിക്ക് കംപ്ലീഷൻ ചെയ്ത് തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പം ഇതാ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ ഇനിയിപ്പോൾ വരുന്ന August 4-നാണ് മിക്ക ജോയിനിങ്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എത്ര തന്നെ പറഞ്ഞാലും അതിന് വാക്കുകളില്ല. കാരണം അത്രത്തോളം അവിടുത്തെ മെൻറ്റേഴ്സ്, AGPയിലെ മെൻറ്റേഴ്സ് ആയാലും പ്രത്യേകിച്ച് അനന്ത് സാറായാലും ആ ഇട്ട എഫേർട്ടിൻ്റെ പുറമെ എൻ്റെ ഒരു എഫേർട്ടൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു വിജയമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇനിയും അടുത്തുള്ള ഫർദർ മോറിലുള്ള പൊസിഷൻസിനുള്ള അടുത്തുള്ള പഠനവും തുടങ്ങുന്നതാണ് ഞാൻ. എങ്കിൽ AGP തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ മെയിൻ ഫാക്ടർ. അല്ലേ? അപ്പോൾ ഈ ഒരു ജേണിയുടെ ഇടയിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായി കാണുമല്ലോ. അതെ. അപ്പോൾ എന്തൊക്കെയാണ്, അതൊന്ന് പ്രേക്ഷകരായിട്ടൊന്ന് പറയാം. കാരണം ഒരു വയ്യായ്മയിൽ നിന്ന് തുടങ്ങിയതാണ്. 2020 നിന്ന് തുടങ്ങിയ ജേണിയാണിത്. ട്രിവാൻഡ്രത്തായാലും പല ഇൻസ്റ്റിറ്റ്യൂഷനിലായാലും ഞാൻ പോയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എന്താ പറയുക, ഫ്രണ്ട്സ് കുഴപ്പമില്ല, പക്ഷേ അവിടുത്തെ ട്യൂട്ടേഴ്സ് തന്നെ, അവിടുത്തെ എല്ലാവരും നമുക്ക് കിട്ടുന്ന ഒരു ഒപ്പോസിഷൻ, നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിത്തത്തിനുള്ള ഒരു മോട്ടിവേഷൻ. പക്ഷേ ഇത് നമുക്കൊരു ഇതില്ലാതെ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞാൻ 2024 August AGPയിൽ ചേരുന്നത്. അതിന് മുമ്പ് വരെയുള്ള ഓരോ എക്സാമിനായാലും എല്ലാ എക്സാമിനും ഞാൻ പിന്നെ എന്താണ്, ഞാൻ തോക്കുന്ന എക്സാമുകളിൽ പിന്നെ ഞാൻ ജയിക്കാൻ തുടങ്ങി. എനിക്ക് പ്രിലിംസ് കിട്ടാൻ തുടങ്ങി. അപ്പോഴൊക്കെയും ആ ഓരോ സ്ട്രഗിൾസും അവിടെ കിട്ടുന്ന ആ ഒരു ഇതിൻ്റെ ഒപ്പോസിഷൻ കാരണമാണ് ഞാൻ പിന്നെ ജയിച്ചു തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ അഖിൽ ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നൊരു ജേണി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് AGPയിൽ എത്തപ്പെട്ടത്, എന്താണ് അതിൻ്റെ ഒരു കഥ? ഇപ്പോൾ എനിക്ക് ഇവരോട്ട് സംസാരിക്കാനുള്ളത്, ഇപ്പോൾ അഖിലിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ആളാണ്. അപ്പോൾ പുള്ളി രാവിലെ കൃത്യം 9 മണിക്ക് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 8:45 അവിടെ വന്നിരിക്കും. പോകുന്നത് വളരെ ലേറ്റായിട്ടാണ്. സാധാരണ കുട്ടികൾ പോകുന്ന ടൈമിനെക്കാട്ടിൽ ലേറ്റായിട്ടാണ് അഖിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മോട്ടിവേഷൻ എന്താണ് അഖിലിനെ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്? കാരണം നേരത്തെ അതാ പറഞ്ഞത്, ഞാൻ പറഞ്ഞു വന്നു അത് തന്നെയാണ്. 2023 ആയപ്പോൾ അവസാനം ഒരുപാട് ഡൗണായി. ഇനി ഒരു രക്ഷയില്ല, ഇതെല്ലാം വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു തീരുമാനത്തിൽ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇല്ല അഖിലേ, വെയിറ്റ് ചെയ്യ്, ഓപ്പർച്യൂണിറ്റീസ് വരും. അങ്ങനെയാണ് ഞാനിതുപോലെ എൻ്റെ സുനിൽ സാർ മെൻറ്റർ പറയുന്നത്, ഇതുപോലെ നെയ്യാറ്റിൻകര AGP എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്ക്, നിനക്ക് പറ്റും. പിന്നെ അടുത്താണല്ലോ പരിശുവയ്ക്കൽ, ഏകദേശം ഒരു 7-8 കിലോമീറ്റേഴ്സേ ഉള്ളൂ കവർ ചെയ്യാം. കാരണം ബസ് യാത്ര, എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റില്ല, ബസ് യാത്രയാണ് ഫുള്ള്. രാവിലെ തന്നെ AGPയിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഇത്. രാവിലെ എണീക്കുക, രാത്രി കഴിയുക, രാത്രിയെല്ലാം കാരണം ഒരുപാട് വർക്ക്സ് ആയാലും അതിൻ്റെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞ് രാവിലെ തന്നെ എണീക്കുക, കുളിച്ച് റെഡി ചെയ്യുക, ബസ് കയറുക, നേരെ AGP കയറി തന്നെ നേരെ ആവത്തുള്ളൂ. അവിടെ വന്നിട്ട് പിന്നെ അവിടെ നിന്നുള്ള വർക്ക്സ് ആയാലും തരുന്ന ഡെയിലി പ്രാക്ടീസ് സെക്ഷൻസ് ആയാലും അതുപോലെ തന്നെ ഓരോന്ന് മനസ്സിലാണ്. ഇപ്പോഴും ഞാൻ AGPയിലാണ്, കാരണം അൻസ എല്ലാവരും ഇരിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ തന്നെയാണെന്നുള്ള ഒരു പ്രതിനിധിയാണ് എനിക്കുള്ളത്. അവിടെ നിന്നുള്ള ഡെയിലി പ്രാക്ടീസ് എല്ലാത്തിനും കറക്റ്റ്. പ്രധാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റ്, അതൊക്കെ പക്കയാണ്. അതെല്ലാം പിന്നെ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് നമ്മളെ കയ്യിൽ നിന്നുള്ള ഒരു ഇൻപുട്ട്, അത് വളരെ സോൾഡ് ആയിരിക്കണം. അതുപോലെ നമുക്ക് സംശയമുള്ള ഡൗട്ട്സ് ആയാലും നമ്മളുടെ എന്താ പറയുക, ഓരോ മീൻസ് ചിലപ്പം ക്ലാസ്സിൽ പഠിക്കുന്ന ചിലപ്പോൾ കാരണം നമ്മൾ ഓരോരുത്തരും ഓരോ ആംഗിളിൽ നിന്നാണല്ലോ പഠിക്കുന്നതായാലും അവരുടെ പ്രിപ്പറേഷൻ ആയാലും. അപ്പോൾ അതിനൊക്കെ ഉള്ള ഡൗട്ട്സ് ഉണ്ടായാലും ചെന്ന് അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷനിൽ സാറിന് ചോദിക്കാം, മനസ്സിലാക്കാം. വളരെ കൃത്യമായിട്ട് തന്നെ അതിനുള്ള ആപ്റ്റായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് നമ്മൾ ഇരിക്കേണ്ടി വരും. നമ്മളുടെ ആ ടൈം നമുക്ക് വാല്യുബിളായിട്ട് AGPയിൽ സ്പെൻഡ് ചെയ്ത് തന്നെയാണ് ഞാൻ എൻ്റെ വിജയത്തിലേക്ക് പടികേറിയത്. ഓക്കെ അഖിൽ, അപ്പോൾ എനിക്കിനി ചോദിക്കാനുള്ളൊരു ചോദ്യം, നമ്മൾ കുട്ടികളും കാത്തിരിക്കുന്ന ഒരു ചോദ്യമായിരിക്കും. ഒരുപാട് കുത്തുവാക്കുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ജേണിയിൽ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ജോലിയൊന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നാട്ടുകാരുടെ നിന്നൊക്കെ ഒരുപാട് കേൾക്കാൻ സാധ്യതയുണ്ട് കല്യാണത്തിന് പോകുമ്പോഴൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ എങ്ങനെയാണ് അതിനെ
ഓവർകം ചെയ്തത്? ലൈഫ് ഒരു മൊമെൻറ്റിലെത്തിയപ്പം എന്താ പറയുക, സത്യം പറയാമല്ലോ, ഇനി വേറെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല. കാരണം ഒരു ഫംഗ്ഷന് പോയാൽ തന്നെ എടാ ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നടാ, നീ എവിടെയാടാ വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പറയാനുള്ള ഒരു മനസ്സിൻ്റെ വിഷമം അത് വളരെയായിരുന്നു. അതിനെല്ലാത്തിനും ശേഷമാണ് ഞാൻ അത് സത്യം പറയല്ലേ, ബാക്കിയുള്ള എല്ലാം കാരണം റോഡിൽ നിന്നാലും കുഴപ്പമില്ല, പക്ഷെ ഒരു ആൾക്കൂട്ടം ഒരു ക്രൗഡിൻ്റെ ഇടയിൽ വരുമ്പം വളരെ പാടായിരുന്നു. ആ ഒരു സ്ട്രഗ്ലിങ് അത് നല്ല പാടായിരുന്നു. അതുപോലെ ഫങ്ഷൻസിനായാലും പിന്നെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ വിഷയമില്ല, കാരണം നമ്മൾ ഇവിടെ ജോലി ആകുന്ന വിഷയം, പക്ഷേ റിലേറ്റീവ്സിൻ്റെ അവിടെ വരുമ്പോൾ നല്ല വിഷയം. ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതൽ ഏജ്, കാരണം വയസ്സെന്ന് പറഞ്ഞാൽ 25, 26 അല്ല, 30 കഴിഞ്ഞതാണ്. അപ്പം എന്താണ്, കാരണം ഒരു ആക്സിഡൻ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം പക്ഷേ അതിനുശേഷം അതിനുള്ള എല്ലാത്തിൻ്റെയും ആ ഒരു ഇതിൻ്റെ റിസൾട്ടാണ്. ഇല്ല, അവരോട് എന്താണ് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? ഒരിടത്തും നമ്മൾ തളരാൻ പാടില്ല. ഒരിടത്തും നമുക്ക് 2 പിൻവാക്കുകളോ ഒരു തൊഴികളോ ഒരു തള്ളു ഒരു ഉന്തെന്ന് പറഞ്ഞതുപോലെ അതൊന്നും നമ്മൾ എല്ലാം ഇഗ്നോർ ചെയ്തിട്ട് നമ്മുടെ ലക്ഷ്യം എന്താണോ അത് നമ്മൾ ആപ്റ്റായിട്ട് എടുക്കുക. എവിടെയാണോ നല്ല കോച്ചിങ് കിട്ടുന്നത് അവിടെ എത്തിച്ചേരുക, അതിനെ അന്വേഷിക്കുക. അതിന് ട്രിവാൻഡ്രത്ത് ഞാൻ പറയുമെങ്കിൽ HUBA ഉള്ളൂ. അവിടെ വരിക, നന്നായിട്ട് തന്നെ നിങ്ങളുടെ എഫേർട്ട് ഇടുക, എന്നാൽ മാത്രമേ റിസൾട്ട് ഉള്ളൂ. എല്ലാ സാറന്മാരും എല്ലാവരും റിസൾട്ട് ഇടും. നമ്മളുടെ ഒരു എഫേർട്ട് ഇട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്.